പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുണ്ടല്ലോ. ആ ചെന്താമരയ്ക്കെതിരായ ആദ്യ കേസിൽ വിധി ഇന്ന് പറയുന്നു. 2019 ഓഗസ്റ്റ് മാസത്തിലാണ് അയൽവാസിയായ സജിതയെ ചെന്താമര വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. കുടുംബം തകരാൻ കാരണം സജിതയാണെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. പിന്നീട് ചെന്താമര ജാമ്യത്തിലിറങ്ങി വീണ്ടും കൊലപാതകം ചെയ്തു. ചെന്താമരയെ തൂക്കിലേറ്റണമെന്ന് സജിതയുടെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കേട്ടുവരാം. അയാൾ ജീവനോടെയുള്ള കാലം വരെ നമുക്ക് പേടിയാണ്. അപ്പോൾ അയാളെ എന്തായാലും നല്ല ശിക്ഷ തന്നെ കൊടുക്കണം, തൂക്കുകയറ് തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഇതാക്കുന്നത്. ഞങ്ങളിലുള്ളത് പ്രതീക്ഷ മൊത്തം കോടതിയിൽ മാത്രമാണുള്ളത്. അച്ഛനില്ല, അമ്മയില്ല, അച്ഛമ്മയില്ല. ഞങ്ങൾക്ക് ഒരു അഡ്രസ്സ് പോലും ഇല്ലാതാക്കി അയാൾ എന്നിട്ടും കോടതിയിൽ ഓരോരോ വിചാരണയ്ക്ക് വരുമ്പോൾ അയാൾ പറയണത് എല്ലാവരെയും കൊല്ലണം എന്നുള്ളതാണ്. അച്ഛനില്ലാത്തതിന് വിഷമവും അമ്മയില്ലാത്തതിന് വിഷമവും ഞങ്ങൾക്ക് അറിയുള്ളൂ. രാത്രി എങ്ങനെ കടന്നുറങ്ങണമെന്നൊക്കെ വെച്ചാൽ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അച്ഛൻ അത്ര ഒരു പാവമായിരുന്നു. നല്ല ശിക്ഷ കൊടുക്കണം. അവിടെ ഉള്ളവരൊക്കെ പേടിച്ച് പറിച്ചിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും കുട്ടികൾക്ക് അടക്കം സ്കൂളിൽ പോകാൻ അടക്കുമ്പോൾ പേടിയാണ്. വരുമോ പറഞ്ഞ് പേടിയാണ് ഇപ്പോൾ അവർക്ക് ഇപ്പോഴും. അപ്പോൾ ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, കുടുംബം പറയുന്നത് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല. ആദ്യ കൊലപാതകത്തിന്റെ വിധിയാണ് വരുന്നത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്നത് അതിനുശേഷം ജാമ്യത്തിലിറങ്ങി ഇതേ ചെന്താമര നടത്തിയ 2 കൊലപാതകങ്ങളുണ്ട്. ആ രണ്ടാമത്തത് തീർച്ചയായിട്ടും വധശിക്ഷയിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ആദ്യം സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും ഒരു പക്ഷേ കടുത്ത ശിക്ഷ തന്നെ ഈ ചെന്താമരയ്ക്ക് വിധിക്കാനാണോ സാധ്യത? പ്രോസിക്യൂഷൻ പറയുന്നത് എന്താണ് ഇക്ബാൽ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഒരു മനുഷ്യന് ഒരു വൈരാഗ്യത്തിന് പുറത്തിൽ ഇത്രയും ക്രൂരനാകാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്ത മലയാളികളിൽ ഉണ്ടാകുന്ന ഈ ചെന്താമരയെ കണ്ടുകൊണ്ടാണ്. കാരണം അത്രയും ഒരു ക്രൂര കൃത്യമാണ് ചെന്താമര ഈ പോത്തുണ്ടിയിലെ തിരുത്തമ്പാടത്തുള്ള സുധാകരൻ്റെ കുടുംബത്തോട് ചെയ്യുന്നത്. 2019 കടുത്ത മദ്യപാനിയായിട്ടുള്ള ചെന്താമര വീട്ടിലേക്ക് എത്തി തുടർച്ചയായ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും അദ്ദേഹത്തെ വിട്ടുപോകുന്നു. പക്ഷേ ഈ കുടുംബം തന്നെ വിട്ടുപോകാൻ കാരണമായത് സുധാകരൻ്റെ ഭാര്യ സജിതയാണെന്നുള്ള ഒരു സംശയം ചെന്താമരയിൽ വരുന്നു. പിന്നീട് ആ സംശയം വലിയ രീതിയിൽ ഒരു വൈരാഗ്യമായി മനസ്സിൽ സൂക്ഷിച്ച ചെന്താമര 2019 ഓഗസ്റ്റ് 31 വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് സജിതയെ ലക്ഷ്യമാക്കി സുധാകരന്റെ വീട്ടിനകത്തേക്ക് കയറുകയും പിന്നീട് കയ്യിൽ കരുതിയിരുന്ന മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് സജിതയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ചെന്താമര പിന്നീട് സമീപത്തെ വനത്തിനകത്തേക്ക് ഒളിവിൽ പോകുന്നു. പോലീസ് വലിയ രീതിയിലുള്ള തെരച്ചിലെല്ലാം നടത്തിയാണ് ചെന്താമരയെ കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും 2020 ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ ശാസ്ത്രീയ തെളിവുകളുടെ റിപ്പോർട്ടുകൾ ലഭിക്കാൻ വൈകിയതോടുകൂടി ഈ വർഷം ഓഗസ്റ്റിലാണ് ഈ കേസിന്റെ സാക്ഷി വിസ്താരം ആരംഭിച്ചത്. ചെന്താമരയുടെ ഭാര്യ, ചെന്താമരയുടെ സഹോദരൻ, അതുപോലെ തന്നെ കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ 44 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. ഇതിനിടയിൽ കോടതിയിലേക്ക് എത്തിയ ചെന്താമര പല രീതിയിലുള്ള ഭീഷണികളാണ് മുടക്കിയിരുന്നത്. തന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച മുഴുവൻ ആളുകളെയും താൻ വെറുതെ വിടില്ല, എല്ലാവരെയും താൻ കൊലപ്പെടുത്തുമെന്ന രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്ന പരാമർശങ്ങൾ ചെന്താമര കോടതി വളപ്പിൽ വെച്ച് തന്നെ നടത്തുകയും ചെയ്തതാണ്. പക്ഷേ ഏതായാലും ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് സാക്ഷികൾ കൃത്യമായി തന്നെ കോടതിയിലെത്തി മൊഴിയും നൽകിയിരുന്നു. ഏതായാലും ആ മാസങ്ങൾ നീണ്ട സാക്ഷി വിസ്താരത്തിനൊടുവിൽ ഇന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ഈ സജിത കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പറയാൻ വേണ്ടി പോകുന്നത്. വലിയ രീതിയിൽ ഒരു പ്രതീക്ഷയിലാണ് പാലക്കാട് പോത്തുണ്ടിയിലെ ജനങ്ങൾ മുഴുവൻ ഉള്ളത്. കാരണം അവരെല്ലാം വലിയ രീതിയിലുള്ള ഭയത്തിലും ഭീതിയിലുമായിരുന്നു ചെന്താമരയെ തുടർന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജീവിച്ചിരുന്നത്. സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ചെന്താമരയെ തൂക്കിലേറ്റണമെന്നാണ് സജിതയുടെയും സുധാകരനെയും മക്കളായിട്ടുള്ള ഈ അഖിലയും അതുല്യയും അതുപോലെ തന്നെ സജിതയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ടിനോട് ഇന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള. ഓക്കെ.